ഹായ് നമസ്കാരം. മിനി ടൂർണമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂസീവായിട്ടുള്ള ചില വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് ഒരു പഞ്ചായത്തിൽ നടന്നിട്ടുള്ള ഒരു വിഷയം, അതായത് 60 വർഷം പഴക്കമുണ്ടായിരുന്ന ഒരു ക്രൈസ്തവ ദേവാലയം അത് പുതുക്കി പണിയുന്നതിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ക്രൈസ്തവ സഹോദരങ്ങൾ വന്നപ്പോൾ അവരെ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും ഈ പള്ളി ഞങ്ങൾ പൊളിച്ചു മാറ്റുമെന്നൊക്കെ പറഞ്ഞ് ഘോഷിച്ചുകൊണ്ട് ഈ പറയുന്ന സാധാരണ ഈ ക്രൈസ്തവ ആൾക്കാരോട് വന്ന് തട്ടിക്കേറിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ട് അതിനൊരുപാട് നല്ല പോസിറ്റീവ് കമൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടിയും ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, ഈ കൂസായോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഈ പീറ്റർ എന്ന് പറഞ്ഞ ഒരു ഊള. അപ്പോൾ അവൻ ഈ വീഡിയോ മസ്റ്റായിട്ടൊന്ന് കാണണം. അതോടൊപ്പം തന്നെ ക്രൈസ്തവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുള്ള ചില ഊളകളുണ്ട്. അതായത് നമ്മുടെ PC ജോർജും നമ്മുടെ അനിൽ ആന്റണിയും ഈ ടോം പടക്കനെ പോലുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാ, ചില വിഭാഗമാണ്. അവരൊന്നും ഈ പറയുന്ന വാർത്തകളൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ നമ്മുടെ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾക്കൊന്നും ഈ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമൊന്നും അവർക്കില്ല. കാരണം അവർക്ക് മറ്റേ പുട്ടടിക്കാനുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ മറ്റേ BJPക്കും RSSനൊക്കെ വേണ്ടി വിടുപണി ചെയ്യുന്ന മാധ്യമധർമ്മമായി മാറിയിരിക്കുന്നു ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക മാധ്യമങ്ങളും. കേട്ടോ, പേരെടുത്ത് ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. ആ ഒരു പേരെടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പറഞ്ഞാലും തീരത്തില്ല. എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക. പ്രത്യേകിച്ച് ഈ വീഡിയോ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ മുമ്പിലേക്ക് വോട്ടും ചോദിച്ച് അല്ലെങ്കിൽ യാചിച്ച് നിങ്ങളുടെയൊക്കെ തിണ്ണനിറങ്ങാൻ വരുന്ന ഈ BJPയുടെയും RSSന്റെയൊക്കെ വക്താക്കളോട് ചോദിക്കാനും നട്ടലോടുകൂടി ചോദിക്കാനും അത് കാണിക്കാനും നിങ്ങൾക്ക് ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത്. അത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു സംഭവം വളരെ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ശ്രീരാജ് എന്ന് പറയുന്ന ഒരു കൊടിയ വർഗീയവാദി അപ്പം വന്നിട്ട് കാണിച്ചിട്ടുള്ളൊരു തെമ്മാടിത്തരം നിങ്ങളൊന്ന് കാണണം. അത് പറയുന്നതിന് മുമ്പേ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറഞ്ഞ ഒരു കൊടിയ വർഗീയവാദി. കാരണം ഇവൻ്റെ പാദം ഈ ഭൂമിയിൽ സ്പർശിച്ചാൽ ആ ഭൂമി ഇല്ലാതെ ഇപ്പോൾ അത്രത്തോളം മനസ്സിൽ കൊടിയ വിഷം കൊണ്ട് നടക്കുന്ന ഒരുത്തനാണ്. എന്തായാലും ഇവൻ ഈ ഒരു സേവനമൊക്കെ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന് ശത്രു രാജ്യത്തോട് പോരാടിയിട്ട് വിജയം വരിച്ചിട്ട് വരുന്ന ഒരു യോദ്ധാവിനെ പോലെ ഇതിനുശേഷം ഇവനെ കൊണ്ടുവരുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട് കേട്ടോ. ഈ 2 വീഡിയോകളും മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ സുരേഷ് ഗോപി ഇപ്പം വോട്ടും ചോദിച്ചുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ഏതൊരു പള്ളിയിലച്ഛൻ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ആ ഓടിയ വഴിക്ക് പുല്ലുപോലും കിളിച്ചിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കും. കാരണം മണിപ്പൂർ വിഷയം ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞതാണ് മണിപ്പൂർ നല്ല ആമ്പിള്ളാരുണ്ടെന്ന്. ആ ആമ്പിള്ളാരാണല്ലോ അവിടുത്തെ സ്ത്രീകളെ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെ തെമ്മാടിത്തരങ്ങൾ പറയുകയും തെമ്മാടിത്തരങ്ങൾ കാണിക്കുകയും ചില മതവിഭാഗങ്ങളെ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് നടക്കുന്ന ഈ ചെറിയ പരമ ഊളകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കാണുക. കണ്ടിട്ട് ഈ കാസായും കൂസായും ഇവൻ്റെയൊക്കെ മറ്റന്മാരൊക്കെ ഉണ്ടല്ലോ, അമാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം ഇവനൊക്കെ ഒന്ന് കണ്ടെങ്കിലും നാണം പറട്ടെ ഇവനിക്കൊക്കെ. എന്തായാലും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് പോവാം. ഓം നമഃ ശിവായ. ശ്രീരാജ് ശ്രീമളാണ്, രാഷ്ട്രീയ ബജറംഗ് ദളിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. ഞാനിപ്പോൾ ഉള്ളത് പാഞ്ചാലിമേട്ടിലാണ്. പാഞ്ചാലിമേട് ഹിന്ദുവിൻ്റെ പുണ്യസ്ഥലമാണ്, ഹിന്ദുവിൻ്റെ മാത്രമാണ്, ഹിന്ദുവിൻ്റെ സ്വന്തമാണ്, എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഞങ്ങൾ ഇന്നിവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ തൃശൂലം, ഭഗവാൻ മഹാദേവൻ്റെ ആയുധമായ ഈ തൃശൂലം ഇവിടെ കടന്നു കയറി കുരിശ് കൃഷി ചെയ്ത എല്ലാ കുഞ്ഞാടുകൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഹിന്ദു അനാഥരല്ല, അടിമകളല്ല. അവർക്കൊപ്പം എന്തിനും ഈ സ്വാഭിമാനം വീണ്ടെടുക്കുവാൻ വേണ്ടി രാഷ്ട്രീയ ബജറംഗ് ദളും അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തും ഉണ്ടായിരിക്കും. ഹര ഹര മഹാദേവ്. വർഗീയപരമായിട്ടുള്ള യാതൊരുവിധ പരാമർശങ്ങളും നടത്തിയിട്ടില്ല. അപ്പോൾ ഈ കുരിശ് കൃഷി ചെയ്യുന്ന കുഞ്ഞാടുകൾ ഒന്ന് ഓർത്തിരിക്കുക. അത് നമ്മുടെ PC ജോർജിനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ BJPയിലും RSSലൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത്. അധികം പഴക്കമൊന്നുമില്ല കേട്ടോ, അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും ഈ ആശാൻ ഇതിനുശേഷം കേരള പോലീസ് ഇദ്ദേഹത്തെ പിടിച്ചു. പക്ഷെ പിടിച്ചെങ്കിലും അതിലും പൂർവാധികം ശക്തിയോടുകൂടിയാണ് ആശാന്റെ ഒരു വരവ്. ആ എൻട്രി ഉണ്ടല്ലോ, രാജ്യത്തിന് സേവനം ചെയ്തിട്ട് രാജ്യത്തിലെ ശത്രുക്കളോട് പോരാടി വിജയം വരിച്ചു വരുന്ന ഒരു യോദ്ധാവിനെ സ്വീകരിക്കുന്നത് പോലെയാണ് ഈ പറയുന്ന ബാക്കിയുള്ള വർഗീയവാദികളായിട്ടുള്ള ആൾക്കാർ ഇവനെ ജയിലിൽ നിന്നും സ്വീകരിക്കുന്നത്. അതൊന്ന് കാണണ്ടേ? അതുകൊണ്ടൊന്ന് കണ്ടോ.
സ്വീകരണം നൽകിയത് കണ്ടില്ലേ? പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിച്ചിട്ടാണ് അവർ സ്വീകരിച്ചത്. അപ്പോൾ എത്രത്തോളം വർഗീയ വശം ഇവരുടെയൊക്കെ മനസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന RSSനും BJPക്കും വേണ്ടി ജയ് വിളിക്കുകയും അല്ലെങ്കിൽ അവൻ്റെയൊക്കെ പിന്നാമ്പറം നോക്കി നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ക്രൈസ്തവരുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങൾ PC ജോർജോ അനിൽ ആന്റണിയോ അല്ലെങ്കിൽ അതുപോലുള്ള ബാക്കിയുള്ള ടോം വടക്കനെ പോലുള്ള ആൾക്കാർക്കൊന്നും നിങ്ങളുടെ ക്രൈസ്തവരുടെ കാര്യത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടാനും അവരുടെ നിലനിൽപ്പിനും വേണ്ടി മാത്രമാണ് ഈ പറയുന്ന ചാണാക്കുഴിയിൽ ചവിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ വോട്ടും ചോദിച്ച് ഈ പറയുന്ന ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഞെരങ്ങാൻ വരുന്ന BJPയുടെ വക്താക്കളോട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കണം. കാരണം ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് എന്ത് വിശ്വാസമാണ് എന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക. എന്തായാലും സുരേഷ് ഗോപിനെ കണ്ടം വഴി ഒരു പള്ളിയിൽ അച്ഛൻ ഓടിക്കുന്നത്. കാരണം ഈ മണിപ്പൂർ വിഷയം ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ആൺകുട്ടികളുണ്ട് അതൊക്കെ നോക്കാൻ എന്ന് പറഞ്ഞ ആ ഒരു വൃത്തികെട്ട മനുഷ്യൻ്റെ ആ ഒരു മനസ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്തായാലും തൃശ്ശൂരായിക്കോട്ടെ, ഇനിയിപ്പോൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും BJP എന്ന് പറയുന്ന സ്ഥാനാർത്ഥികൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ മുമ്പിൽ. അതിനുള്ള ഒരുപാട് തെളിവുകളുണ്ട്. എന്താണെങ്കിലും കേരളത്തിലുള്ള ജനങ്ങൾ അത്രയും വിഡ്ഢികളല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. കാരണം ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു വർഗീയ കലാപത്തിനുള്ള ആഹ്വാനമാണ് ശ്രീരാജ് എന്ന് പറയുന്ന ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. കൊലവിളിയാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ കുരിശ് കൃഷിക്കൊന്നും ഞങ്ങൾ അനുവദിക്കത്തില്ല, അതുകൊണ്ട് ഇത് ഞങ്ങളിവിടെ സ്ഥാപിക്കുകയാണ്, ഇത് ഹിന്ദുവിൻ്റെ ഭൂമിയാണ്, ഇത് കയ്യേറിയതാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ്. കാരണം കയ്യേറിയ ഭൂമികളൊക്കെ ഓരോന്നോരോന്നായിട്ട് അവർ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ മതേതരത്വം എങ്ങോട്ട് പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പറയാൻ വാക്കുകളില്ല. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ്. ഇതുപോലെ ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ കൈവശമുണ്ട്. നമ്മൾ ആ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇത് ജെന്യുവിൻ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ആൾക്കാരുടെ കൂടെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷ. നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എന്റർടൈൻമെന്റ്.